നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് സമ്മേളനത്തിലേക്ക് പി ദിവ്യ കയറി വരുന്നത് തനിക്കെതിരെയുള്ള ആരോപണവുമായിട്ടാണെന്ന് നവീൻ ബാബു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മൾ കണ്ട ചിരി. ആ കാഴ്ചയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ പ്രതിനിധികൾ തത്സമയം തുടരുകയാണ്. TV പ്രസാദും ശ്യാം ദേവരാജും പ്രവീൺ പുരുഷോത്തമനും അർജുൻ കല്യാടും അർച്ചന രവീന്ദ്രനും നമുക്കൊപ്പം തത്സമയമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ വാർത്താ സംഘം സുസജ്ജമായി നിൽക്കുകയാണ്. ടീം റിപ്പോർട്ടർ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ നവീൻ ബാബുവിന്റെ മുഖത്ത് അന്നത്തെ ആ യോഗത്തിൽ കണ്ട ആ ചിരി, അത് മറക്കാൻ കഴിയാത്തൊരു ദൃശ്യമായി ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അത് അവസാനത്തെ ചിരിയായിരുന്നോ എന്നതാണ് ഇപ്പോൾ തോന്നിപ്പോകുന്നത്. പി ദിവ്യയുടെ മാത്രം ബുദ്ധിയിൽ ഉദ്ദേശിച്ച ആശയമല്ല യാത്രയയപ്പ് ചടങ്ങിലെത്തി അപമാനിക്കുക എന്നതെന്നാണ് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. നമുക്ക് അന്നത്തെ ആ യാത്രയയപ്പ് ചടങ്ങിലെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. വലതുവശത്തിരിക്കുന്ന കളക്ടർ, അതിനപ്പുറമിരിക്കുന്ന നവീൻ ബാബു. കളക്ടറുടെ ഇരുവശവുമായിരുന്ന് അവർ കൈമാറിയ ആ പുഞ്ചിരി, അത് മരണത്തിന് മുൻപ് ആ മനുഷ്യൻ ചിരിച്ച അവസാനത്തെ ചിരിയായിരുന്നോ എന്നതാണ് ചോദ്യം. TV പ്രസാദ് നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. TV പ്രസാദ്, ഒരു മനുഷ്യന്റെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് മറുഭാഗത്തുള്ളയാൾ തന്നോട് സ്നേഹത്തോടെ പെരുമാറാനായി വന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ തന്നോട് സ്നേഹമുള്ള ഒരാളാണ് മറുഭാഗത്ത്, അല്ലെങ്കിൽ ഒരു സുഹൃത്താണ്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാകും. പക്ഷേ ഇവിടെ പി ദിവ്യ ചിരിച്ചത് ഒരു കൊലച്ചിരിയായിരുന്നുവെന്ന് ആ പാവ മനുഷ്യൻ തിരിച്ചറിഞ്ഞത് ആ പ്രസംഗത്തിന്റെ ഓരോ വരികളും പുരോഗമിക്കുമ്പോഴായിരിക്കില്ലേ? ഉറപ്പായും സുജയ, ഒരിക്കലും നവീൻ ബാബു പ്രതീക്ഷിച്ചിരുന്നില്ല പി ദിവ്യയിൽ നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം എന്നത്. അതായത് പി ദിവ്യയെ സ്വീകരിക്കുമ്പോൾ, ആ യോഗത്തിലേക്ക് കയറി വരുമ്പോൾ പോലും നവീൻ ബാബുവിന് അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം അറിയുന്ന ഒരേ ഒരാളാണ് പി ദിവ്യയെ കൂടാതെ ആ സദസ്സിലും വേദിയിലുമായി അന്നുണ്ടായിരുന്നത്. അത് കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്നു. കണ്ണൂർ ജില്ലാ കളക്ടർ അന്ന് രാവിലെ തന്നെ ഈ കാര്യം അറിയുന്നുണ്ടായിരുന്നു സുജയ. ആ സമയത്ത് ജില്ലാ കളക്ടർ പി ദിവ്യയോട് പറഞ്ഞത് ആ തെളിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കരുത് എന്ന് താൻ പറഞ്ഞു എന്നാണ്. പക്ഷേ യോഗത്തിലേക്ക് വരും എന്ന് പി ദിവ്യ പറഞ്ഞു എന്നാണ് കളക്ടർ പറഞ്ഞത്. പക്ഷേ പിന്നീട് ജില്ലാ കളക്ടർ പി ദിവ്യയുമായി ഫോൺ സംഭാഷണം നടത്തുന്നുണ്ട്. 2 തവണ കണ്ണൂർ ജില്ലാ കളക്ടർ അന്ന് യോഗം സംഘടിപ്പിച്ച സ്റ്റാഫ് കൗൺസിലിലെ നേതാക്കന്മാരോട് എത്ര മണിക്കാണ് യാത്രയയപ്പ് യോഗമെന്ന് 2 തവണ ചോദിച്ചതായി പല ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം 3 മണിക്ക് തന്നെയാണ് യാത്രയയപ്പ് യോഗമെന്നും 3 മണിക്ക് തന്നെ വരണമെന്നും ദിവ്യയ്ക്ക് അറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നോ കളക്ടറുടെ ആ മുൻകരുതൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. യഥാർത്ഥത്തിൽ കുടുംബം ഇതിൽ പി ദിവ്യയ്ക്കൊപ്പം തന്നെ ആ ഗൂഢാലോചനയിൽ കാണുന്ന ഒരാളാണ് ആ കണ്ണൂർ ജില്ലാ കളക്ടർ എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പരസ്യമായി പറഞ്ഞത് കണ്ണൂർ ജില്ലാ കളക്ടർ നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടതില്ല. കണ്ണൂർ ജില്ലാ കളക്ടറെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നില്ല നവീൻ ബാബുവിന്. നവീൻ ബാബുവിനെ ഒരു ദിവസം അവധിയെടുത്ത് വീട്ടിൽ വന്നാൽ പോലും സ്വസ്ഥത കൊടുക്കാറില്ലായിരുന്നുവെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ പറയുന്നു, നവീൻ ബാബുവിൻ്റെ സഹോദരൻ പറയുന്നു. അതിനർത്ഥം കണ്ണൂർ ജില്ലാ കളക്ടറെ ഇവർ ഇതിൽ അവിശ്വസിക്കുന്നു എന്നത് തന്നെയാണ്. മാത്രമല്ല, ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്തും പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്തും ഇവരുടെ സാന്നിധ്യമില്ലാതെ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ നേതൃത്വവും കൊടുത്തത് കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്നു. കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉറപ്പിലാണ് അന്നിത് നടത്താൻ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് സമ്മതമില്ലെങ്കിൽ പോലും അങ്ങനെ വഴങ്ങേണ്ടി വന്നത് എന്നതാണ്. യഥാർത്ഥത്തിൽ അന്നത്തെ യാത്രയയപ്പ് യോഗത്തിലേക്ക് പി ദിവ്യ കടന്നു വരുമ്പോൾ ഒരിക്കലും ആ നവീൻ ബാബു ഇങ്ങനെയൊരു സംഭവം കരുതി കാണില്ല എന്നുള്ളത് തന്നെയാണ് ആ ചിരിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം. അതല്ലെങ്കിൽ അങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയില്ലല്ലോ. സുജയ പറഞ്ഞതുപോലെ അത് തന്നെ ആയിരിക്കണം അവസാനത്തെ ചിരി. പിന്നീട് നവീൻ ബാബു ചിരിച്ചിട്ടുണ്ടാവില്ല. അന്ന് യാത്രയയപ്പ് യോഗം കഴിഞ്ഞ് തനിക്ക് കിട്ടിയ ഉപഹാരം പോലും എടുക്കാതെയാണ് അന്ന് മടങ്ങിയത്. വൈകിട്ട് 6:10 മുനീശ്വരൻ കോവിലിൻ്റെ മുന്നിൽ അവരുടെ ഡ്രൈവർ ഷംസുദ്ദീൻ അവരെ ഇറക്കി വിടുമ്പോഴും ഒരുപക്ഷെ മുഖത്ത് ചിരിയുണ്ടാവില്ല. പിന്നീട് നവീൻ ബാബുവിനെ ആരും കണ്ടിട്ടുമില്ല. നവീൻ ബാബു എങ്ങോട്ടേക്ക് പോയി, എവിടെയായിരുന്നു അന്ന് രാത്രി പുലരുവോളം ചെലവഴിച്ചത്? ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനിയിപ്പോൾ
CBI വരുമ്പോൾ മറുപടി ഉണ്ടാകും എന്ന് കുടുംബം പ്രതീക്ഷിക്കുകയാണ്. സുജയ. ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ വിഷയത്തിൽ തുടർ വാർത്തകൾ. ADM ആത്മഹത്യ ചെയ്തതല്ലേ, കെട്ടിത്തൂക്കി കൊന്നതാണോ, കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ, പല പല സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. 5:45 കളക്ടറേറ്റിൽ നിന്നിറങ്ങിയ നവീൻ ബാബു അവസാനം സംസാരിച്ചത് ആരോടൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ടവർ ലൊക്കേഷനുകൾ ഈ ക്വാർട്ടേഴ്സിലും കളക്ടറേറ്റിലും ആ സഞ്ചരിച്ച പാതയിലും റെയിൽവേ സ്റ്റേഷനിലും അല്ലാതെ മറ്റൊരിടത്തുകൂടി കണ്ടിരുന്നു? ആ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടും വരെ, നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കും വരെ ആ കുടുംബത്തിനൊപ്പമുണ്ടാകും. ലെറ്റ്സ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ്.